The next topic that we are going to discuss is exponential generating function. നമ്മൾ നേരത്തെ യൂസ് ചെയ്ത ജനറേറ്റിംഗ് ഫംഗ്ഷനിൽ ഒരു ടേം മാത്രം എക്സ്ട്രാ ആഡ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ യു വിൽ ഗെറ്റ് എൻ എക്സ്പോണൻഷ്യൽ ജനറേറ്റിംഗ് ഫംഗ്ഷൻ. നമ്മുടെ സാമ്പിൾ പേപ്പറിനകത്ത് എക്സ്പോണൻഷ്യൽ ജനറേറ്റിംഗ് ഫംഗ്ഷനെ പറ്റി പറഞ്ഞിട്ടുണ്ട്. അപ്പം അതിനകത്ത് അവർ പറഞ്ഞിരിക്കുന്നത് അതിനകത്ത് അവർ മെൻഷൻ ചെയ്തിരിക്കുന്നത് നമ്മളൊരു എബൌട്ട് ദിസ് എക്സ്പോണൻഷ്യൽ ജനറേറ്റിംഗ് ഫംഗ്ഷൻ എന്നുള്ള രീതി പറയാനാണ്. സോ നമ്മൾ ജനറേറ്റിംഗ് ഫംഗ്ഷനിൽ യൂസ് ചെയ്ത സെയിം കാര്യങ്ങളാണ് ഇവിടെയും പറയുന്നത്. ഫോർ എ സീക്വൻസ് A0, A1, A2 എക്സെട്ര ഇഫ് വി ആർ റൈറ്റിംഗ് ഇറ്റ് ഇൻ ദ ഫോം ഓഫ് എഫ് ഓഫ് എക്സ്. അപ്പോൾ ഇതെന്നൊക്കെ പറയുന്നത് ഇറ്റ് ഈസ് റിയൽ നമ്പേഴ്സ്. സോ ഇതൊക്കെ എന്ന് പറയുന്നത് റിയൽ നമ്പേഴ്സാണ്. ഈ റിയൽ നമ്പേഴ്സിനെ നമ്മൾ സമ്മേഷൻ ചെയ്യുമ്പോഴത്തേനും വി ആർ ഹാവിങ് ആൻ എക്സ്ട്രാ എലമെൻറ്റ് വിച്ച് ഇസ് കോൾഡ് കെ ഫാക്ടോറിയൽ. ഈ ഫംഗ്ഷനകത്ത് കെ ഫാക്ടോറിയൽ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ വിചാരിച്ചു അത് എക്സ്പോണൻഷ്യൽ ജനറേറ്റിംഗ് ഫംഗ്ഷനാണെന്നുള്ളത്. സോ എക്സ്പോണൻഷ്യൽ ജനറേറ്റിംഗ് ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ ഇത്രേ ഉള്ളൂ. നമ്മൾ എക്സിൻ്റെ ടേംസിലും എക്സ് റേസ് ടു കെ ഡിവൈഡഡ് ബൈ കെ ഫാക്ടോറിയൽ ആയിരിക്കും യൂസ് ചെയ്യുന്നത്. എക്സ്പോണൻഷ്യൽ ജനറേറ്റിംഗ് ഫംഗ്ഷനിൽ നിന്ന് വന്നേക്കുന്നത് രണ്ട് ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് ആണ്. ഒന്ന് A0, A1, A2 കോമ്പിനേഷൻസ് കൊടുത്ത് അതിനെ എക്സ്പോണൻഷ്യൽ ജനറേറ്റിംഗ് ഫംഗ്ഷനിലാക്കാൻ പറയും, ആൻഡ് വൈസ് വേഴ്സ. So maybe let's go look into a question. We are given a sequence 0, 1, 2 into 2, 3 into 2 square and 4 into 2 cube. സോ ഇതിനെ നമ്മൾ എങ്ങനെയാണ് നമ്മൾ സോൾവ് ചെയ്യുക എന്നുള്ളത് നോക്കണം. അപ്പോൾ നമുക്ക് പറഞ്ഞ പോലെ തന്നെ നമുക്കിവിടെ കിട്ടിയേക്കുന്ന നമുക്കിവിടെ കിട്ടിയേക്കുന്ന ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഒരു സീക്വൻസ് ബേസിസിലാണ് നമുക്ക് കിട്ടിയേക്കുന്നത്. ഇനി അപ്പം നിങ്ങൾക്ക് ഒരു ഡൗട്ട് ഉണ്ടാവും, ഇപ്പം എനിക്കിപ്പോൾ ഒരു പാറ്റേണിൽ വന്നു, ആ പാറ്റേൺ ഇപ്പം നമുക്ക് ജനറേറ്റിംഗ് ഫംഗ്ഷനിൽ കുറച്ച് ഫോർമുലാസ് ഒക്കെ പറഞ്ഞായിരുന്നു. അപ്പോൾ ആ ഒരു കാര്യം ഇവിടെ ആപ്ലിക്കബിൾ ആകുമോ എന്നൊരു ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് വരാം. പക്ഷേ എക്സ്പോണൻഷ്യൽ ജനറേറ്റിംഗ് ഫംഗ്ഷന് ഇറ്റ് ഈസ് അഗെയിൻ ഹാവിങ് എ ഡിഫറെൻറ്റ് സെറ്റ് ഓഫ് ഫോർമുലാസ്. എക്സ്പോണൻഷ്യൽ ജനറേറ്റിംഗ് ഫംഗ്ഷനകത്ത് 4 മെയിൻ ഫോർമുലാസ് ആണ് വരുന്നത്. E റേസ് ടു എക്സ് എന്ന് പറയുന്നത് നമ്മൾ ബേസിക്കലി 1 പ്ലസ് എക്സ് പ്ലസ് എക്സ് സ്ക്വയർ ഡിവൈഡ് ബൈ 2 ഫാക്ടോറിയലും എക്സ് ക്യൂബ് ഡിവൈഡ് ബൈ 2 ഫാക്ടോറിയൽ, അങ്ങനെ ഒരു ഇൻഫിനിറ്റ് സീരീസിനാണ് E റേസ് ടു എക്സ് എന്ന് പറയുന്നത്. E റേസ് ടു മൈനസ് എക്സ് എന്ന് പറയുന്നത് ഓൾട്ടർനേറ്റിംഗ് സിമ്പിൾസ് ആയിരിക്കും. നിങ്ങൾ ഡിഫറൻസ് ശ്രദ്ധിച്ചോണം. ഇവിടെ മേളിൽ 1 മൈനസ് എക്സിനാണ് എല്ലാ പോസിറ്റീവ് സിമ്പിൾസും, 1 പ്ലസ് എക്സിനാണ് ഓൾട്ടർനേറ്റിംഗ് സിമ്പിൾസ്. താഴെ വരുമ്പോഴത്തേനും നേരെ തിരിഞ്ഞാണ് വരുന്നത്. അതായത് E റേസ് ടു എക്സിനാണ് നമുക്ക് പോസിറ്റീവ് വാല്യൂസ് എല്ലാം വരുന്നത്, E റേസ് ടു മൈനസ് എക്സിനാണ് ഓൾട്ടർനേറ്റിംഗ് സിമ്പിൾസ് വരുന്നത്. സോ കൺഫ്യൂസ് ചെയ്യരുത്. അതുപോലെ തന്നെ E റേസ് ടു എക്സ് പ്ലസ് E റേസ് ടു മൈനസ് എക്സ് എന്ന് പറയുമ്പോഴത്തേനും ഇറ്റ് വിൽ ഗോ ഇൻ ദ പവേഴ്സ് ഓഫ് ഈവൻ നമ്പേഴ്സ്. ഓക്കെ, അഥവാ നെഗറ്റീവ് വന്നു കഴിഞ്ഞാൽ ഇറ്റ് ഗോസ് ഇൻ ദ പവേഴ്സ് ഓഫ് ഓഡ് നമ്പേഴ്സ്. ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിച്ചോണം. ആൻഡ് നെക്സ്റ്റ് വിൽ ഡൈവ് ഇൻ ടു ദി പ്രോബ്ലംസ്. ഓക്കെ, സോ ഇവിടെ നമുക്ക് തന്നേക്കുന്ന സീക്വൻസ് എന്ന് പറയുന്നത് എഗെയിൻ നമുക്ക് ഇതിനെ ഫസ്റ്റ് നമ്മൾ ചെയ്യുന്നത് നമ്മുടെ ജനറേറ്റിംഗ് ഫംഗ്ഷനിൽ ചെയ്ത പോലെ തന്നെ ഇതിനെ എഫ് ഓഫ് എക്സിൻ്റെ ഫോമാറ്റിലാണ് എഴുതുന്നത്. എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു ഇത് A0, A1, A2, A3 തന്നെയാണ്. സോ 0 പ്ലസ് 1 എക്സ് പ്ലസ് 2 ഇൻറ്റു 2 എക്സ് സ്ക്വയർ ഡിവൈഡഡ് ബൈ 2 ഫാക്ടോറിയൽ പ്ലസ് 3 ഇൻറ്റു 2 സ്ക്വയർ എക്സ് ക്യൂബ് ഡിവൈഡഡ് ബൈ 3 ഫാക്ടോറിയൽ പ്ലസ് എന്ന് പറഞ്ഞത് പൊക്കോണ്ടിരിക്കും. ഓക്കെ, ഇനി ഇതിൽ നമുക്ക് എന്തെങ്കിലും ജനറലോ കോമൺ എടുക്കാൻ പറ്റുമോ നോക്കാം. എക്സ് പ്ലസ് 2 സ്ക്വയർഡ് എക്സ് സ്ക്വയർ ഡിവൈഡഡ് ബൈ 2 ഫാക്ടോറിയൽ 2 സ്ക്വയർ 3x cube divided by 3 factorial plus 2 cube 4x raised to 4 divided by 4 factorial. So ഇതിനെ നമ്മൾ എക്സ്പാൻഡ് ചെയ്യുമ്പോഴത്തേനും we get എക്സിനെ കോമൺ ആയിട്ട് എടുക്കാം. 1 പ്ലസ് 2 സ്ക്വയർ എക്സ് പ്ലസ് divided by 2 factorial 2 square 3 x cube divided by 3 x cube അല്ല ഇവിടെ സ്ക്വയർ ആണ് വരുന്നത്, പ്ലസ് ഇറ്റ് ഗോസ് ഓൺ. സോ എക്സിനെ നമ്മൾ പുറത്തെടുത്തു. ഇനിയിപ്പം നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു സാമ്യം വരുന്നുണ്ടോ നോക്കി. 1 പ്ലസ് 2 2 ക്യാൻസൽ ആവും, 2x പ്ലസ് 3 3 ക്യാൻസൽ ആവും, 2x the whole square divided by 2 factorial plus
2x the whole cube divided by 3 factorial. ഇത് 2 കട്ട് കഴിഞ്ഞാലും ഇൻറ്റു 2 ഇൻറ്റു 1 ഉണ്ട്. സോ അതാണ് 2 ഫാക്ടോറിയൽ വരുന്നത്. നമ്മൾ ഫോർമുലയിൽ കണ്ട എന്തെങ്കിലും ഇതുമായിട്ട് സാദൃശ്യം ഉണ്ടോ? യെസ്, ഇ റേസ് ടു എക്സിൻ്റെ ഒരു സാദൃശ്യം വരുന്നുണ്ട്. പക്ഷേ എക്സിന് പകരം ഇവിടെ എന്താണ് കിടക്കുന്നത്? 2x ആണ് കിടക്കുന്നത്. സോ ഇ റേസ് ടു 2x ആണ് ഈ ഒരു സീക്വൻസിൻ്റെ എക്സ്പോണൻഷ്യൽ ജനറേറ്റിംഗ് ഫംഗ്ഷൻ എന്ന് പറയുന്നത്. ആദ്യമേ നമ്മൾ എന്താണ് ചെയ്തത്? സീക്വൻസിനെ നമ്മൾ എലാബറേറ്റ് ചെയ്ത് കോമൺ ടേംസിനെ മാറ്റി അത് കഴിഞ്ഞിട്ട് വി ആർ ട്രൈങ് ടു മാച്ച് ഇറ്റ് ടു എ ഫോർമുല ദാറ്റ് വി നോ. ഇനി ഇതുപോലെ തന്നെ നമുക്ക് തിരിച്ചു വരുന്നൊരു ക്വസ്റ്റ്യൻ ആണ്, ഫൈൻഡ് ഔട്ട് ദ സീക്വൻസ് ജനറേറ്റഡ്. സോ ഇതുപോലെ നമുക്ക് ഓരോ ടേംസ് ഇങ്ങനെ കിടക്കും. ഇങ്ങനെ ഒരു സമ്മായിട്ടോ അല്ലെങ്കിൽ ഒരു സബ്ട്രാക്ഷനായിട്ടോ കിടക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചിലപ്പം സോൾവ് ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ യു ഹാവ് ടു ട്രൈ ടു സോൾവ് ദി ഈച്ച് ഓഫ് ദി ഇൻഡിവിജ്വൽ ഈക്വേഷൻസ്. ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ നമുക്ക് ആദ്യമുള്ള ഈക്വേഷൻ എന്ന് പറയുന്നത് ഇതാണ്, 7a 8x. വി നോ ദാറ്റ് വാട്ട് ഈസ് ഇ റേസ് ടു എക്സിൻ്റെ എക്സ്പാൻഷൻ എന്ന് പറയുന്നത് അല്ലേ, 1 plus x plus x squared by 2 factorial plus x cubed by 3 factorial and it goes on. അപ്പം 8xൻ്റെ എന്തായിരിക്കും വരുന്നത്? ഇ റേസ് ടു 8x എന്തായിരിക്കും? 1 plus 8x plus 8x the whole square plus 8x the whole cube divided by 3 factorial plus it goes on. So 7 times 8 raised to എന്ന് പറയുമ്പോഴത്തേനും 7 കോമൺ ആയിട്ട് പുറത്ത് കിടക്കും. ഇതേപോലെ തന്നെ ഇ റേസ് ടു 3x എന്തായിരിക്കും? 1 plus 3x plus 3x square by 2 factorial plus 3x cube by 3 factorial plus it goes on. അപ്പം 4 ഇ റേസ് ടു 3x എന്ന് പറയുമ്പോഴത്തേനും ഇതിങ്ങനെ ആയിരിക്കും വരുന്നത്. ഇനി നമുക്ക് തന്നേക്കുന്ന ഈക്വേഷൻ അനുസരിച്ച് നമുക്കിതൊന്ന് അറേഞ്ച് ചെയ്യാം. 7 into 1 plus 8x plus 8x the whole square divided by 2 factorial plus 8x the whole cube divided by 3 factorial plus it goes on minus 4 into 1 plus 3x plus 3x squared 2 factorial plus it goes on. ഇനി ഇതിനെ നമ്മൾ എങ്ങനെയാണ് സോൾവ് ചെയ്തെടുക്കുന്നത്? നമ്മൾ സിമിലർ ആയിട്ടുള്ള കറസ്പോണ്ടിങ് ടേംസ് ആദ്യമേ കോൺസ്റ്റൻ്റ് എടുക്കുക, എക്സിൻ്റെ എടുക്കുക, എക്സ് സ്ക്വയർഡിൻ്റെ കോഎഫിഷ്യൻസ് എടുത്ത് നോക്കുക. അപ്പം ഇവിടെ നമുക്ക് കോൺസ്റ്റൻസിനെ നോക്കുമ്പോഴത്തേനും ഓക്കെ, നമുക്കിവിടെ 7 ഉണ്ട്. 7 മൈനസ് 4 ആണ് നമ്മുടെ ആദ്യത്തെ A0 വരുന്നത് അല്ലേ. അടുത്തത് A1ൻ്റെ കോഎഫിഷ്യൻ്റ് നമുക്ക് നോക്കാം. 7 into 8 is 56 മൈനസ് 12 ആയിരിക്കും നമ്മളുടെ A1. A0 A1. A2 എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? 8 സ്ക്വയർ. വാട്ട് ഈസ് 8 സ്ക്വയർ? 8 സ്ക്വയർ എന്നാൽ 64. 64 into 7 മൈനസ് 4 into 9. സോ അങ്ങനെ നമ്മൾ സോൾവ് ചെയ്യുമ്പോൾ വാട്ട് വി ഗെറ്റ് ദ ഫൈനൽ ഈക്വേഷൻ ആസ് ഇസ് 33 44 412 3476 എക്സെട്ര. സോ അങ്ങനെയാണ് നമ്മൾ എക്സ്പോണൻഷ്യൽ ജനറേറ്റിംഗ് ഫംഗ്ഷനിൽ നിന്നും ഹൗ വി ആർ ഗെറ്റിംഗ് ദ സീക്വൻസ് ഓൾസോ ആൻഡ് ഹൗ വി ആർ ഡെറൈവിംഗ് ദി ഫംഗ്ഷൻ.